തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പി. പ്രവേശനം നടത്തിയ പത്മജ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ബി.ജെ.പി. നേതൃത്വം അനൗദ്യോഗികമായി പറയുന്നത്. ഇക്കാര്യം പല തലങ്ങളിൽ നിന്ന് കേട്ടെന്നും എന്നാൽ തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും പത്മജ പറഞ്ഞു. നല്ല കാര്യങ്ങൾ ബി.ജെ.പി. എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഇനി ഉണ്ടാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലവിൽ ബിശ്വഭൂഷണ ഹരിചന്ദനാണ് ഛത്തീസ്ഗഡ് ഗവർണർ. ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ്. ബി.ജെ.പി. പ്രവേശനത്തിന് നേതൃത്വം പത്മജയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയെന്ന സൂചനയുണ്ടായിരുന്നു. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പത്മജ എത്തിയത് പാർട്ടിക്ക് ഗുണം ചെയ്തെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിൽ അടക്കം പത്മജ സജീവമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചവിട്ടും കുത്തും സഹിക്കവയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നാണ് പത്മജ പറഞ്ഞത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്തുകൊണ്ട് ബി.ജെ.പി. എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ ഉത്തരം മാത്രമാണ് പറയാനുള്ളത്. അത് മോദിജി എന്നാണ്. മോദിജിക്ക് കുടുംബം ഭാരതമാണ്. ഇവിടത്തെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മക്കളാണെന്നും പത്മജ പറഞ്ഞിരുന്നു. അച്ഛൻ കുട്ടിയായി കരുണാകരൻ്റെ വാത്സല്യം കേട്ടു വളർന്ന എനിക്ക് ഒരു അച്ഛൻ്റെ തണലും സംരക്ഷണവും കിട്ടിയതുപോലെയാണ് ബി.ജെ.പിയിൽ ചേർന്നപ്പോൾ തോന്നുന്നതെന്നും പത്മജ പറഞ്ഞിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 305 സീറ്റുകൾ നേടുമെന്നും NDA മൂന്നാമതും അധികാരത്തിലേറുമെന്നും US തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഇയാൻ ബ്രെമർ പ്രവചിച്ചിരുന്നു. ബി.ജെ.പി. 305 മുതൽ 310 വരെ സീറ്റുകൾ നേടുമെന്നാണ് വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖത്തിൽ ബ്രെമർ പ്രവചിക്കുന്നത്. 2019 സമാനമായ സാഹചര്യമാണ് ഇന്ത്യയിലെന്ന് ബ്രെമർ പറഞ്ഞു. വളരെ കാലം മോശം അവസ്ഥയിലായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ മികച്ചതാണെന്നും അതിന്റെ ഗുണം മോദി സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.